Welcome to Computer Science Hub. Today's subject is data structure using C, and our topic is hashing, and this is the second part of hashing. Previous part we have discussed what is hashing, about hash table, hash function, types of hash function, and in today's class we are discussing about hash table searching. There are two methods mainly: open addressing and chaining. അപ്പോൾ നമുക്ക് start ചെയ്യാം. So this comes to the end of our syllabus hashing. Okay, hash table searching. ഇനി ഒരു ക്ലാസ്സും കൂടി ഒന്നല്ല രണ്ട് ക്ലാസ്സും കൂടി ഉണ്ടാവും സോർട്ടിങ്ങിന് ആയിട്ട് ക്വിക്ക് സോർട്ടും എക്സ്ചേഞ്ച് സോർട്ട് സെലക്ഷൻ സോർട്ട് ആൻഡ് ഇൻസേർഷൻ സോർട്ട്. So starting with the collision. So hash table searchingലേക്ക് വരുന്നതിന് മുൻപ് collision എന്താണെന്ന് പറയണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു ഒരു കീക്ക് സ്റ്റോർ ചെയ്യാനുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഇപ്പോൾ രണ്ട് കീ സെയിം ലൊക്കേഷനിലേക്ക് വരികയാണ് എങ്കിൽ അത് നമുക്ക് പറ്റില്ല. ഒരു ലൊക്കേഷനിൽ ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഹാഷ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് കീയും രണ്ട് വാല്യൂസും ഒരേ ലൊക്കേഷനിലാണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ കൊളീഷൻ. ഓക്കെ, കൊളീഷൻ ഒക്കെ വെൻ ദ ഹാഷ് ഫംഗ്ഷൻ മാപ്സ് ടു ഡിഫറെൻറ്റ് കീസ് ടു ദ സെയിം ലൊക്കേഷൻ. Obviously, two records cannot be stored in the same location. അല്ലേ? So എന്ത് വേണം? Collision വന്നു and നമുക്കത് സ്റ്റോർ ചെയ്യാനും പറ്റില്ല. So there should be a method to solve this problem. So that method is known as a collision resolution technique. Okay? Collision വന്നു കഴിഞ്ഞാൽ we need to apply a collision resolution technique. So the most popular methods എന്ന് പറയുന്നത് ഓപ്പൺ അഡ്രസ്സിങ്ങും ചെയിനിങ്ങും ആണ്. ഓക്കെ, സോ നമുക്കത് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഓപ്പൺ അഡ്രസ്സിംഗ് ആണ്. അപ്പോൾ ഓപ്പൺ അഡ്രസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് എ കൊളീഷൻ ടേക്സ് പ്ലേസ് ഓപ്പൺ അഡ്രസ്സിംഗ് ഓർ ക്ലോസ്ഡ് ഹാഷിംഗ്, അതിനെ ക്ലോസ്ഡ് ഹാഷിംഗ് എന്നും പറയും കേട്ടോ. കമ്പ്യൂട്ട്സ് ന്യൂ പൊസിഷൻസ് യൂസിങ് എ പ്രോബ് സീക്വൻസ് ആൻഡ് ദ നെക്സ്റ്റ് റെക്കോർഡ് ഇസ് സ്റ്റോർഡ് ഇൻ ദാറ്റ് പൊസിഷൻ. അതായത് ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ ഒരു വാല്യൂ ഉണ്ട്. സോ നമ്മൾ അടുത്ത വാല്യൂ ആ ലൊക്കേഷനിലേക്ക് തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ ആ ഹാഷ് ഫംഗ്ഷൻ ഒരു പ്രാവശ്യം കൂടെ അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ചേഞ്ചസ് വരുത്തി അത് വീണ്ടും അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ ലൊക്കേഷൻ കിട്ടും, ആ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ഓപ്പൺ അഡ്രസ്സിംഗ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ഹാഷിംഗ് എന്നൊക്കെ പറയുന്ന ടെക്നിക്ക്. ഓൾ ദ വാല്യൂസ് ആർ സ്റ്റോർഡ് ഇൻ ദ ഹാഷ് ടേബിൾ. അപ്പോൾ ഹാഷ് ടേബിളിൽ തന്നെയാണ് എല്ലാ വാല്യൂസും സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഹാഷ് ടേബിളിൽ രണ്ട് തരത്തിലുള്ള വാല്യൂസ് ഉണ്ടാവും, സെന്റിനൽ വാല്യൂസ് ആൻഡ് ഡാറ്റ വാല്യൂസ്. ഓക്കെ, സെന്റിനൽ വാല്യൂസ് എന്ന് പറയുന്നത് നൾ വാല്യൂ, അതായത് -1, വിച്ച് മീൻസ് അവിടെ ഡാറ്റ ഇല്ല. ഇപ്പൊ സപ്പോസ് നമ്മൾ ഒരെണ്ണം പോയിന്റ് ചെയ്തു, അതായത് ഒരെണ്ണം ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു, നമുക്ക് കിട്ടിയ ലൊക്കേഷൻ കിട്ടി ആൻഡ് ആ ലൊക്കേഷനിലുള്ളത് സെന്റിനൽ വാല്യൂ ആണ് എന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല, നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാം, കാരണം അത് നള്ളാണല്ലോ. പക്ഷെ ആ ലൊക്കേഷനിലുള്ളത് ഡാറ്റ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോ വി നീഡ് ടു അഗെയിൻ അപ്ലൈ സം ഇക്വേഷൻ ടു ഗെറ്റ് എ ന്യൂ ലൊക്കേഷൻ. ആ ന്യൂ ലൊക്കേഷനിൽ വീണ്ടും നമ്മൾ നോക്കും ഇതുപോലെ സെന്റിനൽ ആണോ ഡാറ്റ ആണോ എന്ന്. ഇൻ കേസ് അവിടെയും ഡാറ്റ ആണെങ്കിൽ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഓപ്പൺ അഡ്രസ്സിങ്ങിന്റെ ടെക്നിക്ക്. സോ ദ പ്രസൻസ് ഓഫ് എ സെന്റിനൽ വാല്യൂ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ലൊക്കേഷൻ കണ്ടെയ്ൻസ് നോ ഡാറ്റ വാല്യൂ അറ്റ് പ്രസന്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഹോൾഡ് എ വാല്യൂ. When a key is mapped to a particular memory location, then the value it holds is checked. If it contains a sentinel value, then location is free. Data value can be stored in it. If the location already has some data value, then other slots are examined systematically in the forward direction to find a free slot. ഓക്കെ, സോ ഫ്രീ സ്ലോട്ട് നോക്കിയിട്ട് വേണം നമുക്ക് ഇനി കാണാൻ പറ്റിയിട്ട്. ഇഫ് ഈവൻ എ സിംഗിൾ ഫ്രീ ലൊക്കേഷൻ ഇസ് നോട്ട് ഫൗണ്ട് ദെൻ വി ഹാവ് എൻ ഓവർഫ്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫ്രീ ലൊക്കേഷൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ കണ്ടീഷൻ ആയിരിക്കും കേട്ടോ. സോ ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് മെമ്മറി ലൊക്കേഷൻസ് ഇൻ ദ ഹാഷ് ടേബിൾ ഇസ് കോൾഡ് പ്രോബിംഗ്. ഓക്കെ, ഇതുപോലെ നമ്മൾ ലൊക്കേഷൻ ഫ്രീ ആയിട്ടുള്ള ലൊക്കേഷൻ ഇതുപോലെ നോക്കുന്ന ആ ഒരു മെത്തേഡിനെ എക്സാമിൻ ചെയ്യുന്ന മെത്തേഡിനെ പറയുന്നതാണ് പ്രോബിംഗ്. സോ നമുക്ക് ഈ ഓപ്പൺ അഡ്രസ്സിംഗ് മെത്തേഡ് ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ്, ഡബിൾ ഹാഷിംഗ്, റീഹാഷിംഗ്. ഓക്കെ, അപ്പൊ ഇത്രയും മെത്തേഡ്സ് ഉണ്ട്, 4 മെത്തേഡ് ഉണ്ട് നമുക്ക് ഈ ഓപ്പൺ അഡ്രസ്സിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോന്നും നോക്കണം. അപ്പൊ ആദ്യം ലീനിയർ പ്രോബിംഗ് എന്താന്ന് നോക്കാം. ഇറ്റ് ഇസ് എ സിംപ്ലസ്റ്റ് അപ്രോച്ച് ട്ടോ. ലീനിയർ പ്രോബിംഗ് ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എ വാല്യൂ ഈസ് ഓൾറെഡി സ്റ്റോർഡ് അറ്റ് എ ലൊക്കേഷൻ ജനറേറ്റഡ് ബൈ h of k, then following hash function is used to resolve the collision. So this is the hash function. അതായത് നമ്മളിപ്പോൾ ഒരു കീ എന്ന് പറഞ്ഞ കീ അതിൽ നമ്മളുടെ ഹാഷ് ഫംഗ്ഷൻ h അപ്ലൈ ചെയ്തു, അങ്ങനെ h of k കിട്ടി. h of k എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ ഓൾറെഡി ഒരു വാല്യൂ ഉണ്ട്, അതായത് കൊളീഷൻ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ h of kയുടെ വാല്യൂ എല്ലാം മാറ്റി പുതിയൊരു ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു, എന്നിട്ട് കിട്ടുന്ന ലൊക്കേഷൻ നോക്കും. ആ ലൊക്കേഷനിൽ വാല്യൂ ഉണ്ടെങ്കിൽ
വീണ്ടും ഇത് തന്നെ നമുക്ക് മാറി മാറി അപ്ലൈ ചെയ്യാം. ഇതിവിടെ ഐന്റെ വാല്യൂ ഉണ്ടല്ലോ, ഐന്റെ വാല്യൂ നമുക്ക് മാറ്റി മാറ്റി എടുക്കാം. അങ്ങനെ സ്റ്റോർ ചെയ്യും, ഐ മീൻ ചെക്ക് ചെയ്യും. ദെൻ അങ്ങനെ ഫ്രീ സ്ലോട്ട് കണ്ടുപിടിച്ച് അവിടെ സേവ് ചെയ്യുക, ഐ മീൻ സ്റ്റോർ ചെയ്യാണ് ചെയ്യുക. ഇതിപ്പോ നോക്കിക്കോളൂ, എച്ച് ഓഫ് കെന് പകരം വി ആർ കാൽക്കുലേറ്റിംഗ് എച്ച് ഓഫ് കെ കോമ ഐ. ഇത് പുതിയതാണ്. സോ ഇവിടെ എച്ച് ഡാഷ് ഓഫ് കെ പ്ലസ് ഐ മോഡ് എം, ഇതാണ് പുതിയ ഇക്വേഷൻ. എം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സൈസ് ഓഫ് ദ ഹാഷ് ടേബിൾ. ഓക്കെ, ഹാഷ് ടേബിൾ ആണ്. ദെൻ ഹാഷ് ടേബിളിന്റെ സൈസ് ആണ്. ആൻഡ് ഇത് എച്ച് ഹാഷ് ഡാഷ് ആണ് കേട്ടോ. അത് മീൻസ് എച്ച് ഡാഷ് ഓഫ് കെ നോക്കണ്ട. എച്ച് ഡാഷ് ഓഫ് കെ ഈസ് ഈക്വൽ ടു കെ മോഡ് എം ആൻഡ് ഐ ഈസ് ദ പ്രോബ് നമ്പർ ദാറ്റ് വാരീസ് ഫ്രം 0 to m-1. എച്ച് ഡാഷ് കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു ഹാഷ് ഫംഗ്ഷൻ തന്നെയാണ് ഉള്ളൂ, കെ മോഡ് എം. ഇതാണ് ഹാഷ് ഫംഗ്ഷൻ കെ ഇൻറ്റു കെ മോഡ് എം, അതായത് കെ ഡിവൈഡഡ് ബൈ എം ചെയ്യുക, അതിന്റെ റിമൈൻഡർ എടുക്കുക, അത്രയേ ഉള്ളൂ. ആൻഡ് ഐ ഈസ് ദ പ്രോബ് നമ്പർ ദാറ്റ് വാരീസ് ഫ്രം 0 to m-1. ഐ എന്ന് പറയുന്നത് എപ്പോഴും 0 തൊട്ട് നമ്മുടെ മാക്സിമം ഹാഷ് ടേബിളിന്റെ സൈസ് വരെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഫോർ എ ഗിവൻ കീ കെ, ഫസ്റ്റ് ലൊക്കേഷൻ ജനറേറ്റഡ് ബൈ എച്ച് ഡാഷ് കെ മോഡ് എം ഈസ് പ്രോബ്ഡ് ബിക്കോസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഫസ്റ്റ് ടൈം ഐ ഈക്വൽ ടു 0 ആയിരിക്കും. സോ നമുക്ക് എന്താ വരിക, എച്ച് ഓഫ് കെ ഈക്വൽ ടു എച്ച് ഡാഷ് കെ മോഡ് എം എന്നുള്ള വാല്യൂ ആണ് വരിക. കണ്ടില്ലേ, എച്ച് ഡാഷ് കെ മോഡ് എം ആണ് വരിക. ഇപ്പൊ ഇൻ കേസ് അത് ഫ്രീ ആണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ വാല്യൂ സ്റ്റോർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് വരും, സെക്കൻഡ് പ്രോബ് ജനറേറ്റ് ചെയ്യും. എങ്ങനെയാ, എച്ച് ഡാഷ് കെ പ്ലസ് 1 മോഡ് എം. അങ്ങനെ 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 ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും അൺടിൽ എ ഫ്രീ ലൊക്കേഷൻ ഇസ് ഫൗണ്ട്. സോ എക്സാമ്പിൾ ചെയ്യാം. എച്ച് ഡാഷ് കെ ഇസ് ഈക്വൽ ടു കെ മോഡ് എം. നമ്മൾ പറഞ്ഞല്ലോ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. പുതിയ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലീനിയർ പ്രോബിംഗിൽ യൂസ് ചെയ്യുന്ന ഹാഷ് ഫംഗ്ഷൻ കെ മോഡ് എം എന്നുള്ള ഹാഷ് ഫംഗ്ഷൻ ആണ്. ദെൻ സൈസ് എം ഇസ് ഈക്വൽ ടു 10 ആണെന്ന് വെച്ചോളൂ. ദെൻ നമുക്കിനി കുറച്ച് വാല്യൂസ് സ്റ്റോർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കൊളീഷനും ഉണ്ടാവും കേട്ടോ. അപ്പൊ എങ്ങനെയാണ് കൊളീഷൻ റിസോൾവ് ചെയ്യുന്നതെന്നും കണ്ടോളൂ. ലെറ്റ് കീ ഈസ് ഈക്വൽ ടു 72. കീ 72 ആണ്. അപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാ, എച്ച് ഓഫ് 72, 0. സോ ഫസ്റ്റ് ലൊക്കേഷനിലാണ് ആദ്യം സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. സോ എച്ച് ഓഫ് 72, 0 എന്ന് പറയുമ്പോൾ 72 മോഡ് 10, അതായത് കെ മോഡ് 10, കെ മോഡ് എം അല്ലേ, എമ്മിന്റെ വാല്യൂ 10. 72 മോഡ് 10 പ്ലസ് 0 ദെൻ മോഡ് 10. ഈ അതായത് ഞാൻ കാണിച്ചു തരാം, ഈ ഇക്വേഷനിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ഇക്വേഷനിലാണ് നമ്മൾ വാല്യൂ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എച്ച് ഡാഷ് കെ പ്ലസ് ഐ ദെൻ മോഡ് എം. അഗെയിൻ ഈ എച്ച് ഡാഷ് കെ എന്ന് പറയുന്നത് ഇതാണ്, കെ മോഡ് എം പ്ലസ് ഐ. ഇനീഷ്യലി ഐ 0 ആണ്, ദെൻ മോഡ് 10. അപ്പൊ നമുക്ക് 72 മോഡ് 10 എന്ന് പറയുന്നത് 2 ആണ് കിട്ടുക അല്ലെ. 2 മോഡ് 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ 2 ആണ് നമ്മളുടെ വാല്യൂ. അപ്പൊ 2ല് 72നെ 2 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തു, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അടുത്തത് കീ 92 ആണ് നമ്മളുടെ കീ. 92 കീ വന്നപ്പോൾ അഗെയിൻ നമുക്ക് അപ്ലൈ ചെയ്യാം. എച്ച് ഓഫ് 92 0 തന്നെ തുടങ്ങണം കേട്ടോ. അതായത് ഇനീഷ്യലി അതിന്റെ വാല്യൂ 0 തന്നെ, അങ്ങനെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇപ്പൊ 92, 0, 92 മോഡ് 10 പ്ലസ് 0 മോഡ് 10. അപ്പൊ 92 മോഡ് 10 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മോഡ് 10 അല്ലേ, അപ്പൊ 2 തന്നെയായിരിക്കും റിമൈൻഡർ വരിക. അപ്പൊ അഗെയിൻ 2 മോഡ് 10 എന്ന് വെച്ച് കഴിഞ്ഞാലും 2 തന്നെയാണ് റിമൈൻഡർ വരുന്നത്, 2 ആണ് വാല്യൂ. അപ്പൊ എന്തുണ്ടായി, 72 സ്റ്റോർ ചെയ്യുന്നതും 2ല്, 92ന് കിട്ടിയതും 2ല്. അപ്പൊ അത് പറ്റില്ല, മനസ്സിലായല്ലോ. കാരണം എന്താ അറിയാലോ, കൊളീഷൻ ആണ്. ഇത് രണ്ടും സെയിം ലൊക്കേഷൻ ആണ്, സോ അത് കൊളീഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഐന്റെ വാല്യൂ അടുത്ത ലൊക്കേഷൻ കണ്ടുപിടിക്കണം. അതിന് എച്ച് ഓഫ് 92, 0 പകരം എന്ത് ചെയ്യും, എച്ച് ഓഫ് 92, 1 ചെയ്യണം. അതായത് ടി ഓഫ് 2 is occupied. We cannot store the key. So try again for the next location with the probe I equal to 1. I equal to 1 ചെയ്യണം. ഇപ്പൊ 92, 1. 92, 1 എന്ത് ചെയ്യണം, 92 മോഡ് 10 പ്ലസ് 1. അപ്പൊ അഗെയിൻ 92 മോഡ് 10 എന്ന് പറയുന്നത് 2 ആണ്, 2 പ്ലസ് 1, അപ്പൊ വാല്യൂ 3. അതായത് തൊട്ടടുത്ത ലൊക്കേഷനാണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ വാല്യൂ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്നത് 1, 1 വെച്ചിട്ടല്ലേ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ലൊക്കേഷൻ ഫിൽ ആയി കഴിഞ്ഞാൽ ആക്ച്വലി സംഭവിക്കുന്നത് തൊട്ട് അപ്പുറത്തെ ലൊക്കേഷൻ ഫ്രീ ആണോ എന്ന് നോക്കലാണ്. അപ്പൊ അത് അഗെയിൻ ഈ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുക. സെർച്ചിങ് എ വാല്യൂ
in using linear probing. ഇപ്പോൾ ലീനിയർ പ്രോബിംഗിൽ സെർച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെയിം സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. സ്റ്റോർ ചെയ്യുമ്പോൾ എങ്ങനെയാ, ആ കീ അതിൽ വാല്യൂ അപ്ലൈ ചെയ്തു, ആ ലൊക്കേഷനിൽ നമ്മൾ ചെയ്തു, ഇതല്ലേ? ഇതേപോലെ തന്നെയാണ് സെർച്ച് ചെയ്യുന്നതും. സോ വൈൽ സെർച്ചിങ് എ വാല്യൂ ഇൻ എ ഹാഷ് ടേബിൾ, ദ അറേ ഇൻഡെക്സ് ഇസ് റീകമ്പ്യൂട്ടഡ് and the key of the element stored at that location is compared with the value that has to be searched. Okay, array index നമ്മൾ കമ്പ്യൂട്ട് ചെയ്തതുപോലെ തന്നെ വീണ്ടും കമ്പ്യൂട്ട് ചെയ്യും. then അവിടുത്തെ കീ നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. ഇഫ് എ മാച്ച് ഇസ് ഫൗണ്ട് ദ സെർച്ച് ഓപ്പറേഷൻ ഇസ് സക്സസ്ഫുൾ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർഡർ ഓഫ് 1 ടൈമിൽ തന്നെ കിട്ടും. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഈ ലീനിയർ ഹാഷിംഗിൽ ഓർഡർ ഓഫ് 1 ടൈമിലാണ് സെർച്ചിങ്ങും ഇൻസേർഷനും ഒക്കെ ഇന്ന്. അതായത് ഫസ്റ്റ് കേസിൽ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ഓഫ് 1 ടൈമിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി അല്ല, ഫസ്റ്റ് കേസിൽ കൊളീഷൻ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു അഡീഷണൽ സ്റ്റെപ്പും കൂടെ സെർച്ച് ചെയ്യേണ്ടി വരും. Key does not match, that the search function begins a sequential search of the array that continues until. കണ്ടോ, ഇത് ചെയ്തുകൊണ്ടിരിക്കുക, അത് കിട്ടുന്നത് വരെ. വാല്യൂ ഇസ് ഫൗണ്ട്, വാല്യൂ കിട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ സെർച്ച് ഫംഗ്ഷൻ എൻകൗണ്ടേഴ്സ് എ വേക്കന്റ് ലൊക്കേഷൻ, അതായത് ആ വാല്യൂ അവിടെ ഇല്ല എന്ന് കാണിക്കാനുള്ള ഒരു, അതായത് നമുക്ക് ലൊക്കേഷൻ കിട്ടി സെർച്ച് ചെയ്തിട്ട്, പക്ഷെ അവിടെ ആ വാല്യൂ ഇല്ല, അത് ആ പ്ലേസ് വേക്കന്റ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഹാഷ് ടേബിൾ ഫുള്ള് സെർച്ച് ചെയ്തു, അതായത് ടെർമിനേറ്റ് ചെയ്തു, വിച്ച് മീൻസ് അവിടെ വാല്യൂ പ്രസന്റ് അല്ല, ആ ഹാഷ് ടേബിളിലെ വാല്യൂ ഇല്ല. ഈ 3 കേസാണ് നമുക്ക് സെർച്ചിങ്ങിൽ വരിക. സോ ദ പ്രോബ്ലം വിത്ത് ലീനിയർ പ്രോബിംഗ് ഇസ് പ്രൈമറി ക്ലസ്റ്ററിങ്. സോ അതവിടെ നിൽക്കട്ടെ, ഒരു പ്രാവശ്യം കൂടി ഞാനത് പറഞ്ഞുതരാം കേട്ടോ. സെർച്ചിങ് ഒരു പെർട്ടിക്കുലർ വാല്യൂ ലൈക്ക് ഇപ്പോൾ ഒരു 35 അല്ലെങ്കിൽ 36 ഇങ്ങനെ ഒരു വാല്യൂ എനിക്ക് ഇതിലുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നോക്കണമെങ്കിൽ അറേയുടെ ഇൻഡെക്സ് ഉണ്ടല്ലോ, മെമ്മറി ലൊക്കേഷന്റെ ഇൻഡെക്സ് റീകമ്പ്യൂട്ട് ചെയ്യുക. ഇതേ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് ഇതേപോലെ തന്നെ നമ്മൾ റീകമ്പ്യൂട്ട് ചെയ്യുക. ദെൻ കമ്പ്യൂട്ട് ചെയ്തിട്ട് നമ്മളുടെ കീ കിട്ടുന്നതുണ്ടല്ലോ, അതിനെ കമ്പയർ ചെയ്ത് നോക്കാം സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഹിറ്റ് ആണ്, കിട്ടി, സാധനം കിട്ടി. ഇനിയിപ്പോൾ അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വാല്യൂ കൊളീഷൻ ആയിരുന്നു, അവിടെ ഇല്ല, വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ ഉണ്ടാവും. സോ നമ്മൾ ആ ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിൽ ലീനിയർ സെർച്ച് പോലെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ 3 കാര്യങ്ങൾ സംഭവിക്കാം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമുക്കത് എവിടെയെങ്കിലും കിട്ടാം, ആ ലൊക്കേഷനിൽ ഇല്ലെങ്കിൽ അതിന്റെ 2ാമത്തെയോ 3ാമത്തെയോ ലൊക്കേഷനിൽ അത് കിട്ടാം. ചിലപ്പോൾ ആ ലൊക്കേഷനിൽ എം ടി ആയിട്ട് കിടക്കുന്നുണ്ടാവാം, അതായത് ഒരു വാല്യൂ അവിടെ ഇല്ല, അത് എം ടി ആണ്. അതിന്റെ അർത്ഥം അതിൽ വാല്യൂ ഉണ്ടായിരുന്നു, അത് എടുത്തു പോയി, ഇപ്പൊ വാല്യൂ ഇല്ല എന്നുള്ളതാണ്. ദെൻ ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ എൻറ്റയർ ഹാഷ് ടേബിൾ നമ്മൾ സെർച്ച് ചെയ്ത് എൻഡിലേക്ക് പോവാം. അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ ആ ഹാഷ് ടേബിളിൽ ഇല്ല എന്നർത്ഥം. ഓക്കെ, ഇനി ലീനിയർ പ്രോബിംഗിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രൈമറി ക്ലസ്റ്ററിംഗ് ആണ്. ലീനിയർ പ്രോബിംഗിന്റെ പ്രോബ്ലം അതായത് even if the table is empty and the any key that hashes to table requires several attempts to resolve the collision because it has to cross over the blocks of occupied cell. These blocks of occupied cell form primary clustering. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ, അപ്പോൾ മനസ്സിലാവും. ഇവിടെ ഒരു ഇത്തിരി സ്പേസ് ഇരട്ടെ. അപ്പൊ ഇതാണ് എൻ്റെ ഹാഷ് ടേബിൾ എന്ന് വിചാരിച്ചോളൂ കേട്ടോ. ഇപ്പൊ കുറെ ലൊക്കേഷൻ ഉണ്ട് ഹാഷ് ടേബിളിന്. അപ്പൊ ഇനീഷ്യലി ഇതിന്റെ എല്ലാ ലൊക്കേഷനും അതാ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. തുടക്കത്തെ ലൊക്കേഷനൊക്കെ ഫ്രീ ആണ്. ഇപ്പൊ ഞാനൊരു ഇവിടെ ഒരു വാല്യൂ ഉണ്ടെന്ന് വെച്ചോളൂ, ഇവിടെ ഇപ്പൊ 20 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ദെൻ ഞാൻ എൻ്റെ ഹാഷ് ടേബിൾ അപ്ലൈ ചെയ്ത് ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ലൊക്കേഷൻ ആണ്. ഈ ലൊക്കേഷൻ കിട്ടിയപ്പോൾ ഇവിടെ ഉണ്ട് ഒരു വാല്യൂ വെച്ചോളൂ. ഓക്കെ, ഇപ്പൊ എനിക്ക് ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ലൊക്കേഷൻ 20 കിടക്കുന്ന ലൊക്കേഷൻ ആണ്. അപ്പൊ അവിടെ കൊളീഷൻ ഉണ്ട് അല്ലേ, 20 കിടക്കുന്ന ലൊക്കേഷനിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, കൊളീഷൻ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അടുത്ത അപ്ലൈ ചെയ്യും, അടുത്ത ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. അടുത്ത ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക, തൊട്ടടുത്ത ലൊക്കേഷനാണ് കിട്ടുക അല്ലെ. ഇങ്ങനെ അടുത്തടുത്ത ലൊക്കേഷനാണ് താഴത്തേക്കുള്ള, അതായത് ഇത് I = 0 ആകുമ്പോഴാണ് ഇവിടെ കിട്ടിയെന്ന് വെക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ I = 1 ആകുമ്പോൾ ഓഫ് കോഴ്സ് ഇതാണ് കിട്ടുക, I = 2 ആകുമ്പോൾ അടുത്തതായിരിക്കും കിട്ടുക. സോ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ, I = 1 ആകുമ്പോൾ 30, ഇവിടെയും കൊളീഷൻ ഉണ്ട്. ദെൻ ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ ഹാഷ് ടേബിൾ കഴിഞ്ഞു, അതായത് ഹാഷ് ടേബിൾ എൻഡ് ആയി എന്നാണ് അർത്ഥം. പക്ഷെ നോക്കൂ, മുകളിലേക്ക് ഇത്രയും ലൊക്കേഷൻ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്, അങ്ങോട്ട് അഡ്രസ് ചെയ്യാൻ ലീനിയർ പ്രോബിങ്ങിന് പറ്റില്ല. നിങ്ങൾ ആ ഫംഗ്ഷൻ നേരത്തെ കണ്ട ഈ മെത്തേഡ് നോക്കുക കേട്ടോ. അതായത് ഇനീഷ്യലി നമുക്ക് ഇപ്പോൾ ഒരു ലൊക്കേഷൻ കിട്ടി. ഇപ്പൊ ഇവിടെ എനിക്ക് കിട്ടിയ ലൊക്കേഷൻ 2 ആണ്.
ഒരു ലൊക്കേഷൻ കിട്ടി. ഇൻ കേസ് 2ൽ കൊളീഷൻ ആണ് എങ്കിൽ അടുത്ത ലൊക്കേഷൻ ഞാൻ കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? 3 ആണ് കിട്ടുക. അടുത്ത ലൊക്കേഷൻ നോക്കുമ്പോൾ എനിക്ക് 4 ആണ് കിട്ടുക. ഇപ്പൊ അതുപോലെ എനിക്കിപ്പോ ഇത് 72 അല്ലായിരുന്നേ. ഇപ്പൊ സപ്പോസ് നമ്മുടെ കീ 78 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 78 ആയിരുന്നു നമ്മളുടെ കീ എന്ന് വെച്ചോളൂ. അപ്പൊ 78 മോഡ് 10 എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ എന്താ? 8 ആണ് ലൊക്കേഷൻ വരിക. കറക്റ്റ് അല്ലേ? അപ്പൊ ഞാൻ 8 എന്നുള്ള ലൊക്കേഷനിലാണ്. ഇപ്പൊ ഇവിടെ വന്നു. ഇപ്പൊ 8, 9, ഓക്കെ, 8, 9, 10. അപ്പൊ ഇതിന് മുകളിലേക്ക് ഇഷ്ടംപോലെ ലൊക്കേഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഫ്രീ ആന്ന് വെച്ചോളൂ. സോ ഞാൻ 78 എന്നുള്ളത് സ്റ്റോർ ചെയ്യേണ്ടി വരാം. എനിക്ക് ഇവിടെ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യേണ്ടി വരിക. 8 വരുന്ന ആ വാല്യൂലായിരിക്കും സ്റ്റോർ ചെയ്യേണ്ടി വരിക. ദെൻ അടുത്തൊരു വാല്യൂ ഇതുപോലെ ഇതേ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് വേണ്ടി വരും? ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, കൊളീഷൻ ആണ്. അപ്പൊ അടുത്തയിൽ നോക്കേണ്ടി വരും. സപ്പോസ് ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ അടുത്ത ലൊക്കേഷൻ എനിക്ക് കിട്ടുക എന്താ? തൊട്ടടുത്ത ലൊക്കേഷൻ ആണ്, 9 ആണ് കിട്ടുക. ഈ ഒരു വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക 9 ആണ് കിട്ടുക. ദെൻ വീണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 10 ആണ് കിട്ടുക. അപ്പൊ ഇവിടെയൊക്കെ വാല്യൂസ് ഉണ്ട്, പക്ഷെ മുകളിലേക്ക് ഒന്നും വാല്യൂസ് ഇല്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് ലൊക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ ഹാഷ് ടേബിൾ ഫുൾ ആയി എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈവൻ ദ ബിഗിനിങ് ഓഫ് ദ ഹാഷ് ടേബിൾ ഇസ് എംപ്റ്റി. പക്ഷെ ഹാഷ് ടേബിൾ ഫുൾ എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതാണ് നമുക്കുള്ള പ്രോബ്ലം പ്രൈമറി ക്ലസ്റ്ററിംഗ്. ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രൈമറി ക്ലസ്റ്ററിംഗ് ഇനി എഴുതിയതൊന്നും കൂടെ വായിച്ചു നോക്കാം കേട്ടോ. Even if the table is empty, any key that hashes to the table requires several attempts to resolve the collision because it has to cross over the blocks of occupied cells. Just 1, 1, 1 വെച്ച് പോകുന്നത് കാരണം നമുക്ക് ഈ ഒരു ബ്ലോക്സിനെ എല്ലാം ക്രോസ് ചെയ്തിട്ട് വേണം പോവാൻ. So these blocks of occupied cell forms a primary clustering. ഇതേ കേസ് തന്നെ ഇവിടെ ഉണ്ടാവും. അതായത് ഇപ്പോ ഇനീഷ്യലി ഓക്കെ, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ദെൻ ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു വാല്യൂ ഉണ്ടെന്ന് വെച്ചോളൂ. പിന്നെ അങ്ങോട്ട് താഴേക്ക് എല്ലാം ഫ്രീ ആണ്. ഇപ്പൊ സപ്പോസ് എനിക്ക് കൊളീഷൻ എനിക്കൊരു കീ ഞാൻ പ്രോബ് ചെയ്ത് എനിക്ക് ഇവിടെയാണ് ലൊക്കേഷൻ കിട്ടിയത്. ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇവിടെയാണ് ലൊക്കേഷൻ കിട്ടിയത്. ഇവിടെ ലൊക്കേഷൻ കിട്ടിയപ്പോ എന്താ അർത്ഥം? ഇവിടെ കൊളീഷൻ ആണ്, ഇവിടെ ഓൾറെഡി ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി റീ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുക തൊട്ടടുത്ത ലൊക്കേഷനാണ്, അവിടെയും വാല്യൂ ഉണ്ട്. ദെൻ അടുത്ത ലൊക്കേഷൻ പിന്നെ കിട്ടുക അടുത്ത ലൊക്കേഷനാണ് കിട്ടുക. i=0 ഇത്, i=1 ഇത്, i=2 ഇത്. അപ്പൊ ഇവിടെയും വാല്യൂ ഉണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ കൊളീഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാര്യം താഴേക്കുള്ള ലൊക്കേഷനിലൊക്കെ ഫ്രീ ആയി കിടക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ നമ്മളുടെ പ്രോബിംഗ്, ലീനിയർ പ്രോബിംഗ് കൊണ്ട് ഇതുപോലെയാണ് പ്രോബ്ലം ഉണ്ടാവുക. ഇതിനെയാണ് പ്രൈമറി ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ പോലെയാണ് അടുത്ത ടെക്നിക്ക്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ്. സോ ഇൻ ദിസ് ടെക്നിക്, ഇഫ് എ വാല്യൂ ഈസ് ഓൾറെഡി stored at a location generated by h of k, then following hash function is used. ഇവിടെ ഹാഷ് ഫംഗ്ഷൻ, ഇതാണ് ഹാഷ് ഫംഗ്ഷൻ. ഓക്കെ, ഒരു ക്വാഡ്രാറ്റിക് മെത്തേഡിലാണ് ഈ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത്. h of k i h' k പ്ലസ് i മോഡ് m ആയിരുന്നു ഇനീഷ്യലി. ഇവിടെ h' k പ്ലസ് c1 i a പ്ലസ് c2 i സ്ക്വയർ മോഡ് m. ഓക്കെ, സോ ഒരു അനദർ മെത്തേഡ് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. പുതിയ ലൊക്കേഷൻ കിട്ടാൻ, അതായത് ഈ ഇനീഷ്യലി എല്ലാം 0 ആയിരിക്കുമല്ലോ. സോ ഈ ഒരു ലൊക്കേഷൻ h' മോഡ് m ആണ് ഇനീഷ്യൽ ലൊക്കേഷൻ. അവിടെ കൊളീഷൻ ഉണ്ടെങ്കിൽ പുതിയ ലൊക്കേഷൻ കിട്ടാൻ നേരത്തെ നമ്മൾ അതിന്റെ തൊട്ട് താഴെയുള്ള ലൊക്കേഷൻ ആയിരുന്നു പ്ലസ് ഐ വെച്ചിട്ട് കൂട്ടി വന്നിരുന്നത്. ഇപ്പൊ അതിന് പകരം ഒരു മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്ന ഒരു ക്വാഡ്രാറ്റിക് മെത്തേഡ് നടക്കുന്നുണ്ട്. ഇവിടെ c1 ഇൻറ്റു ഐ പ്ലസ് c2 ഇൻറ്റു ഐ സ്ക്വയർ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഈ തൊട്ടടുത്തുള്ള പ്രൈമറി ക്ലസ്റ്ററിംഗ് ഉണ്ടല്ലോ, പ്രൈമറി ക്ലസ്റ്ററിംഗിനുള്ള ചാൻസ് കുറവാണ്. സോ ഹിയർ m is the size of the hash table, h' k is equal to k mod m, I is the probe number that varies from c1 and c2 are the constants such that c1 and c2 not equal to 0. അപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ അതിന് സെലക്ട് ചെയ്യുക, 0 പാടില്ല. സോ ഇവിടെ പ്രൈമറി ക്ലസ്റ്ററിംഗ് ഫിനോമിനോൺ നമ്മൾ ഉണ്ടാവില്ല ഓഫ് ലീനിയർ പ്രോബിംഗ്, ബിക്കോസ് ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് എ ലീനിയർ സെർച്ച് ഡസ് എ ക്വാഡ്രാറ്റിക് സെർച്ച് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇത് നോക്കാം. ഫോർ എ ഗിവൻ കീ k ആണെങ്കിൽ ഇനീഷ്യലി h' k ആയിരിക്കും, മോഡ് m ആണ് പ്രോബ് ചെയ്യുന്നത്, ഐന്റെ വാല്യൂ 0 ആയിരിക്കും. ലൊക്കേഷൻ ഫ്രീ ആണെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ പ്രോബ് നമ്പർ i വെച്ചിട്ട് ചെയ്തു തുടങ്ങാം. അപ്പൊ എക്സാമ്പിൾ ചെയ്താൽ മനസ്സിലാവും കേട്ടോ. h' k എന്ന് പറയുന്നത് k മോഡ് m എന്ന് പറഞ്ഞ 10 തന്നെ c1 1ഉം c2 3ഉം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2 വാല്യൂ എടുത്തിട്ടുണ്ട്. ദെൻ കീ ഈസ് ഈക്വൽ ടു 81 ആണെന്ന് വിചാരിച്ചോളൂ, ആദ്യത്തെ വാല്യൂ.
അങ്ങനെയാണെങ്കിൽ h of 81, 0 81 mod 10 81 mod 10 പ്ലസ് ഇനീഷ്യലി എല്ലാം 0 1 into 0 C1 ഇതൊക്കെ 0 ആണല്ലോ, ഐ മീൻ ഐന്റെ വാല്യൂ 0 ആണല്ലോ, അതുകൊണ്ട് C1 into 0 then C2 into 0. അപ്പൊ അതിൽ മാറ്റമൊന്നുമില്ല. 81 mod 10 ആണ് വാല്യൂ, അതായത് 1 ആണ്. അപ്പൊ ഇനീഷ്യലി നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് 1ലാണ് ഇരുന്നോട്ടെ. അടുത്ത ഞാൻ സെലക്ട് ചെയ്ത വാല്യൂ 101 ആണ് കേട്ടോ. അപ്പൊ ഇതിന് എന്തായാലും കൊളീഷൻ ഉണ്ടാവും. 101 എന്ന് പറയുമ്പോൾ മോഡ് ചെയ്യുമ്പോൾ കിട്ടുക 1 തന്നെയല്ലേ കിട്ടുക. സോ ഇവിടെയും ഇതുപോലെ തന്നെ ആദ്യം 0 വെച്ച് ചെയ്തു 101, 0. സോ മോഡ് 10 1 into 0 അപ്പൊ 101 മോഡ് 10. അപ്പൊ ഇനീഷ്യലി നമുക്ക് കിട്ടിയത് ആൻസർ കിട്ടിയത് 1. അത് എളുപ്പമല്ലേ, 101 മോഡ് 10 വെച്ച് കഴിഞ്ഞാൽ വാല്യൂ 1 അല്ലേ വരിക. അപ്പൊ 1 ആണ്, ഇവിടെയും 1 ആണ് കൊളീഷൻ. അപ്പൊ എന്ത് വേണം, പുതിയത് ഐന്റെ വാല്യൂ പുതിയൊരു വാല്യൂ എടുത്തിട്ട്, അതായത് ഇപ്പൊ 0 ആണെന്നല്ലോ, ഇനി ഐന്റെ വാല്യൂ 1 കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതായത് തെറ്റിപ്പോയതാണ് കേട്ടോ. ഓക്കെ, h of 101, 1. അപ്പൊ ഇവിടെ എന്തായി 101 മോഡ് 10 പ്ലസ് ഇതാ ഇനി ചേഞ്ച് നമുക്ക് കാണാം, അതായത് C1 into I, ഇപ്പൊ 1 into 1 പ്ലസ് C2 into I square, അപ്പൊ 3 into 1 തന്നെ മോഡ് 10. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാ വരിക, C1 into 1 into 1 1 തന്നെ, 3 into 1 3 തന്നെ, then 100 മോഡ് 1 മോഡ് 10 പറയുമ്പോൾ അത് 1. സോ 1 plus 1 plus 3 അല്ലേ, 3 plus 1 4. ഓക്കെ, സോ 5 ആണ് ആൻസർ. 1 plus 4 മോഡ് 10, 5 മോഡ് 10, 5 മോഡ് 10 is equal to 5. അപ്പോ ആദ്യത്തെ ലൊക്കേഷൻ 1 ആയിരുന്നു. 1ല് കൊളീഷൻ ആണെങ്കിൽ പിന്നെ എനിക്ക് കിട്ടിയത് ഒരു ക്വാഡ്രാറ്റിക് ലൊക്കേഷൻ ആണ്, അതായത് അടുത്തത് എനിക്ക് കിട്ടിയ ലൊക്കേഷൻ 5 ആണ്. ഇപ്പൊ ലീനിയർ ആയിരുന്നെങ്കിലോ 1 കിട്ടിയില്ലെങ്കിൽ അടുത്തത് 2 ആയിരിക്കും, പിന്നത്തത് 3 ആയിരിക്കും. അപ്പൊ ഇതാണ് വ്യത്യാസം. അതായത് ഇവിടെ നമ്മളൊരു ബ്ലോക്ക് ഓഫ് കോഡ് നമ്മൾ ജമ്പ് ചെയ്തിട്ടാണ് അടുത്തേക്ക് വരുന്നത്. അപ്പൊ മനസ്സിലായോ? സോ ദ ക്വാഡ്രാറ്റിക് പ്രോബിംഗിൽ ഇറ്റ് എലിമിനേറ്റ്സ് പ്രൈമറി ക്ലസ്റ്ററിംഗ്. ഓക്കെ, പ്രൈമറി ക്ലസ്റ്ററിംഗ് ഉണ്ടാവില്ല, പക്ഷെ അവിടെയും ഒരു പ്രോബ്ലം ഉണ്ട്. വെൻ 2 key hashes to the same location, they will probe to the same alternative location. So this may cause secondary clustering. സെക്കൻഡറി ക്ലസ്റ്ററിംഗ് ഉണ്ടാവാം, അതായത് ഇപ്പോ 2 കീസ് പ്രൈമറി ക്ലസ്റ്ററിംഗ് ഇല്ല, കാരണം ഇത് മനസ്സിലായല്ലോ. 1ല് ഇനീഷ്യൽ ലൊക്കേഷൻ കിട്ടി, അവിടെ വാല്യൂ ഉണ്ടെങ്കിൽ സെക്കൻഡിലേക്കോ തേർഡിലേക്കോ അല്ല പോവാ, നേരെ ഒരു ബ്ലോക്ക് ജമ്പ് ചെയ്ത് പുതിയതിലേക്കാണ് വരുന്നത്, 5ലേക്ക് വരെ എത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രൈമറി ക്ലസ്റ്ററിംഗ് ഒഴിവായി. പക്ഷെ ഇവിടെ ഇപ്പോൾ സപ്പോസ് 2 കീസ് ഒരേ ലൊക്കേഷനിലേക്കാണ് ഹാഷ് ചെയ്ത് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവര് പ്രോബ് ചെയ്ത് വരുന്നതും പുതിയ സെയിം ലൊക്കേഷനിലേക്ക് തന്നെയായിരിക്കും. അതായത് ഇപ്പൊ ഞാൻ 81 ഉണ്ട്, 81, 0, 81നെ ഞാൻ 1 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തു, ശരിയല്ലേ. ഇനി 101 എടുത്തു, അപ്പൊ 101 എന്ന് പറഞ്ഞ വാല്യൂയും ഞാൻ സ്റ്റോർ ചെയ്യുന്നത് 1 ആണ് എനിക്ക് കിട്ടിയത് അല്ലേ. ദെൻ അപ്പൊ എനിക്ക് 1 കിട്ടി, അപ്പൊ അത് ശരിയല്ല, അതുകൊണ്ട് ദാറ്റ് മീൻസ് അവിടെ കൊളീഷൻ ഉണ്ട്, അതുകൊണ്ട് പുതിയ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് 5 കിട്ടി, അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ അടുത്ത വാല്യൂ എനിക്ക് 301 ആണ് എടുക്കണതെന്ന് വിചാരിക്കാം. 301 ആണ് എന്റെ കീ എന്ന് വെക്കോളൂ. 301 ആണെങ്കിൽ അവിടെയും ഇതുപോലെ തന്നെ ഇനീഷ്യലി നമുക്ക് 1 ആ കിട്ടുക അല്ലെ. 301 മോഡ് 10 എന്ന് പറയുമ്പോൾ 1 ആണ് റിമൈൻഡർ വരുന്നത്. സോ ഇനീഷ്യല് 1 ആ വരിക, ഇപ്പൊ സെയിം ലൊക്കേഷൻ തന്നെയാണ്. അത് ഞാൻ പ്രോബ് ചെയ്യുമ്പോഴോ ഈ അപ്ലൈ ചെയ്ത് ഇതേ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്ത് വരിക, അപ്പൊ എനിക്ക് കിട്ടുക എന്താ, 5 തന്നെയാണ് കിട്ടുക. സോ അഗെയിൻ കൊളീഷൻ. അപ്പൊ 2 വാല്യൂ ഒരേ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരുന്ന 2 വാല്യൂ ആണ് എങ്കിൽ അത് പ്രോബ് ചെയ്ത് കിട്ടി കഴിഞ്ഞാലും നമുക്ക് സെയിം ഓൾട്ടർനേറ്റ് ലൊക്കേഷൻ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഇതിന് സെക്കൻഡറി ക്ലസ്റ്ററിംഗ് എന്ന് പറയും. അടുത്ത മെത്തേഡ് ഡബിൾ ഹാഷിംഗ് ആണ്. ഇറ്റ് യൂസസ് 1 hash value and then repeatedly steps forward an interval until an empty location is reached. So the interval is decided using a second independent hash function. Hence the name double hashing. Okay. അപ്പൊ ആദ്യം ഒരു ഹാഷ് വാല്യൂ യൂസ് ചെയ്യുന്നുണ്ട്, ഡബിൾ ഹാഷിംഗില് ഒരു ഹാഷ് വാല്യൂ യൂസ് ചെയ്യും, പിന്നെ എംപ്റ്റി ലൊക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവെൽ, അതായത് വീണ്ടും ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണം, ഒരു സെക്കൻഡ് ഹാഷ് ഫംഗ്ഷൻ. ഡബിൾ ഹാഷിംഗ് എന്നുള്ള പേരാണല്ലോ, ഒരു സെക്കൻഡ് ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് കൊളീഷൻ റിസോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വി യൂസ് 2 hash function rather than a single function. So in case of double hashing, ഇതാണ് ഹാഷ് ഫംഗ്ഷൻ. h of k, i is equal to h1 of k plus I into h2 of k mod m.
ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പുതിയ ഹാഷ് ഫംഗ്ഷൻ വരുന്നത്. h1 ഓഫ് k ആണ് ആദ്യത്തെ ഹാഷ് ഫംഗ്ഷൻ, ദെൻ h2 ഓഫ് k ആണ് അടുത്ത ഹാഷ് ഫംഗ്ഷൻ. അപ്പൊ ഇനീഷ്യലി നമുക്ക് h1 ഓഫ് k മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം എന്താ, ഐന്റെ വാല്യൂ 0 ആയിരിക്കും അല്ലെ, അപ്പൊ ഇതങ്ങ് പോകും. h1 ഓഫ് k മോഡ് m അത്രേ ഉള്ളൂ ഇനീഷ്യൽ ലൊക്കേഷൻ. ഇനി അവിടെ കൊളീഷൻ വരികയാണെങ്കിൽ മാത്രമാണ് അടുത്ത കാര്യം നോക്കുന്നത്, i ഈക്വൽ ടു 1 ആക്കും. അപ്പോൾ 1 ഇൻറ്റു h2 ഓഫ് k പുതിയ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. അവിടെയും കൊളീഷൻ ഉണ്ടെങ്കിൽ i ഈക്വൽ ടു 2 ആക്കും. ഇപ്പൊ 2 ഇൻറ്റു h2 ഓഫ് k. മനസ്സിലായോ? സോ ഹിയർ m is the size of the hash table. h1 of k and h2 of k are two hash functions. h1 of k എന്ന് പറയുന്നത് k mod m ആണ് കേട്ടോ. h2 of k എന്ന് പറയുന്നത് k mod m dash. m dash എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വാല്യൂ ലെസ് ദാൻ m. ഇപ്പൊ ഫംഗ്ഷനിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, k mod m തന്നെയാണ് h1 of k mod m തന്നെയാണ് h2 of k. പക്ഷെ m അല്ല m dash ആണ്, അതായത് m ന്റെ വാല്യൂ നേരത്തെ വാല്യൂവിനേക്കാളും കുറഞ്ഞിരിക്കണം. ഈ പ്രോബ് നമ്പർ 0 to m minus 1 വരെ m dash is chosen to be less than m, അതായത് m dash is equal to m minus 1 or m minus 2. Double hashing minimizes repeated collision and effects of clustering. ഓക്കെ, അപ്പൊ നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെയും രണ്ട് പ്രൈമറി ആയാലും സെക്കൻഡറി ആയാലും ക്ലസ്റ്ററിംഗ് ഇതിൽ ഉണ്ടാവില്ല. ഫ്രീ ഫ്രം ദ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് പ്രൈമറി ക്ലസ്റ്ററിംഗ് ആസ് വെൽ ആസ് സെക്കൻഡറി ക്ലസ്റ്ററിംഗ്. സോ ഇനി ഇതല്ലാതെ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. ഇനി ഐ മീൻ നേരത്തെ കണ്ട പോലെ എക്സാമ്പിൾസ് വെച്ച് കാണിക്കുന്നില്ല. ഇത് വളരെ എളുപ്പമാണ്. ഇപ്പൊ ഇനീഷ്യലി ഒരു വാല്യൂ എടുത്തു എന്ന് വിചാരിക്കുക, ആ വാല്യൂല് ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു എക്സാമ്പിൾ കേട്ടോ. ഇപ്പൊ സപ്പോസ് 31 ആണെന്ന് വെക്കുക കേട്ടോ ആദ്യത്തെ കീ. അങ്ങനെയാണെങ്കിൽ 31 മോഡ് 10 ആണല്ലോ ഇനീഷ്യലി കിട്ടുക. h1 ഓഫ് k മാത്രമാണ് അപ്ലൈ ചെയ്യുക. അപ്പൊ 31 മോഡ് 10 പറയുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. അടുത്ത കീ 41 ആണെന്ന് വെച്ചോളൂ. 41 ആവുമ്പോഴും ഇനീഷ്യലി നമുക്ക് 1 തന്നെയാണ് കിട്ടുക. അപ്പൊ അവിടെ കൊളീഷൻ ആവുമ്പോൾ h1 ഓഫ് k പ്ലസ് i ഇൻറ്റു h2 ഓഫ് k മോഡ് m ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇനീഷ്യലി h1 ഓഫ് k ചെയ്യുമ്പോൾ 1 തന്നെ അല്ലെ, 41 മോഡ് 10 1 തന്നെ, പ്ലസ് i ഇൻറ്റു h2 ഓഫ് a, i എന്ന് പറയുന്നത് 1 ഇൻറ്റു h2 ഓഫ് k. h2 എന്ന് പറയുന്നത് എന്താ, 41 മോഡ് m ഡാഷ്. m ഡാഷിന്റെ അവിടെ m-നേക്കാളും ഒരു വാല്യൂ കുറവ്. അപ്പൊ ഞാനിവിടെ 9 ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, 41 മോഡ് 9 എടുത്തിട്ടുണ്ട്. എല്ലാത്തിലും അവസാനം മോഡ് 10 വേണം. സോ ഇവിടെ എന്താ, 41 മോഡ് 9 4s ആണ് വരിക, 36 അല്ലെ. അപ്പൊ ബാക്കി 5 ആണ് വരുന്നത്, ഐ മീൻ റിമൈൻഡർ 5 ആണ്. സോ 41 മോഡ് 9 എന്ന് പറയുന്ന എന്റെ വാല്യൂ 5. ദെൻ ഈ 5 പ്ലസ് 1, സോ 6 മോഡ് 10 6 ആണ് പുതിയ വാല്യൂ കിട്ടുക. ഇപ്പൊ അടുത്തൊരു സംഭവം ഇവിടെ തന്നെയാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന് ഇപ്പൊ ഒരു 51 ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ 51 ആണെന്ന് വെച്ച് കഴിഞ്ഞാല് 1 തന്നെയാണ് എനിക്ക് ഐ മീൻ വാല്യൂ വരെ 1 തന്നെയാണ്. അപ്പൊ കൊളീഷൻ ആണ്. പുതിയത് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 51 മോഡ് 9 ആണ് വരിക. സോ ആ വാല്യൂല് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോ പ്രൈമറി ക്ലസ്റ്ററിംഗും ഉണ്ടാവില്ല, സെക്കൻഡറി ക്ലസ്റ്ററിംഗും. ഈ ഒരു കാരണം നമുക്ക് സെക്കൻഡറി ക്ലസ്റ്ററിംഗും ഉണ്ടാവില്ല. അതായത് രണ്ട് വാല്യൂന് ഒരേ ലൊക്കേഷനിലാണ് കൊളീഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ, അതായത് റീഹാഷ് ചെയ്യുമ്പോഴും സെയിം ലൊക്കേഷൻ തന്നെ കിട്ടും. അതാണ് സെക്കൻഡറി ക്ലസ്റ്ററിംഗ്. ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പൊ ഡബിൾ ഹാഷിങ്ങിൽ ഈ പറഞ്ഞ റിപ്പീറ്റഡ് കൊളീഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇനി അടുത്തൊരു മെത്തേഡും കൂടിയുണ്ട്, റീഹാഷിങ്. വെൻ ദ ഹാഷ് ടേബിൾ ബിക്കംസ് നിയർലി ഫുൾ, ദ നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻക്രീസസ്, thereby degrading the performance. മനസ്സിലായല്ലോ, ഓൾമോസ്റ്റ് ഫുൾ ആവാറാകുമ്പോൾ കൊളീഷൻസ് കൂടിക്കൊണ്ടിരിക്കും, അപ്പോൾ പെർഫോമൻസ് കുറയും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ സൈസ് ഉള്ള ഒരു ഹാഷ് ടേബിൾ യൂസ് ചെയ്യേണ്ടി വരും. ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ ടു ക്രിയേറ്റ് എ ന്യൂ ഹാഷ് ടേബിൾ വിത്ത് സൈസ് ഡബിൾ ഓഫ് ദ ഒറിജിനൽ ഹാഷ് ടേബിൾ. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മളുടെ ഈ പഴയ ഹാഷ് ടേബിളിലുള്ള എല്ലാ എൻട്രീസിനെയും പുതിയതിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, all entries in the original hash table will then have to be moved to the new hash table. This is done by taking each entry, computing its new hash value, then inserting it in the new hash table. This is rehashing. മനസ്സിലായല്ലോ കൺസെപ്റ്റ്? വളരെ എളുപ്പമാണ്. Though rehashing seems to be a simple process, it's quite expensive and must therefore not be done frequently. അപ്പോ റീഹാഷിങ്ങിന്റെ ആവശ്യം വരുന്നത് നമുക്ക് വൺസ് വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് ഹാഷ് ടേബിൾ ഫുൾ ആവാറായി, ഓൾമോസ്റ്റ് ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ പുതിയൊരു ഹാഷ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ പുതിയത് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഈ പഴയ വാല്യൂസ് എല്ലാം ഇതിൽ നിന്ന് പുതിയതിലേക്ക് കോപ്പി ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ആ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് പുതിയ വാല്യൂ കണ്ടുപിടിച്ച് അതിൽ ചെയ്യണം. ഈ മെത്തേഡിനെയാണ് റീഹാഷിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇപ്പൊ കൊളീഷൻ റെസൊല്യൂഷൻ ബൈ ഓപ്പൺ അഡ്രസ്സിംഗ് അല്ലെങ്കിൽ പ്രോബിംഗ് ഒക്കെയാണ് കഴിഞ്ഞത്. ഇനി കൊളീഷൻ റെസൊല്യൂഷൻ ബൈ ചെയിനിങ് വളരെ എളുപ്പമാണ് കേട്ടോ.
ചെയിനിങ് വെച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ലൊക്കേഷൻ ഇൻ ദ ഹാഷ് ടേബിൾ സ്റ്റോർസ് എ പോയിന്റർ ടു എ ലിങ്കഡ് ലിസ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ ഓൾ ദ കീ വാല്യൂസ് ദാറ്റ് വർ ഹാഷ് ടു ദാറ്റ് ലൊക്കേഷൻ. ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, എനിക്ക് ഒരു ലൊക്കേഷനിൽ വാല്യൂ സ്റ്റോർ ചെയ്തു, ദെൻ അടുത്ത വാല്യൂ നമ്മൾ ആ ലൊക്കേഷനിൽ തന്നെയാണ് കിട്ടിയത്, അതായത് കൊളീഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ എന്ത് ചെയ്യും, രണ്ടിനെ ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അല്ലെ, അപ്പോൾ തൊട്ടടുത്ത് ഒരു ലിങ്കഡ് ലിസ്റ്റ് പോലെ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു മെത്തേഡാണ് ചെയിനിങ്ങിൽ വരിക. In chaining, each location in a hash table stores a pointer to a linked list that contains all the key values that were hashed to that location. Location 1 in the hash table points to head of the linked list of all the key values that hashed to 1. If no key value hashes to 1, then location 1 in the hash table contains null. ഓക്കെ, അപ്പൊ ഇതാണ് പിക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ ഹാഷ് ടേബിൾ കേട്ടോ. സോ ഹാഷ് ടേബിളിലുള്ള കീസ് ആണ് ഇവിടെ വരുന്നത്. ഇപ്പൊ ആദ്യം ഞാൻ കണ്ടോ കീ വണ്ണ് പോയിന്റ് ചെയ്യുന്നത് 0 എന്നുള്ള ലൊക്കേഷനിലേക്കാണ്. കീ 2 പോയിന്റ് ചെയ്യുന്നു എവിടേക്കാ, കീ 2 കാണുന്നത് ഇതിൽ 3 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്കാണ് കീ 2 പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ കീസും അതിന്റെ ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്. സോ ഇനി വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യുക ഇവിടെയല്ല, ഹാഷ് ടേബിളിലല്ല വാല്യൂസ് സ്റ്റോർ ചെയ്യുക, പകരം ഹാഷ് ടേബിളിലോട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ലിങ്ക്ഡ് ലിസ്റ്റിലേക്കാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, സോ ഹാഷ് ടേബിളിൽ ആകെ ഉണ്ടാവുന്നത് പോയിന്റർ മാത്രമാണ്, അതായത് അതിന്റെ ലിങ്ക്ഡ് ലിസ്റ്റിലേക്കുള്ള പോയിന്റർ മാത്രമാണ്. ഇനീഷ്യലി എനിക്ക് 0 എന്നുള്ള ലൊക്കേഷനിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യണം. അപ്പോൾ എനിക്ക് ഇവിടെ ഫ്രീ ആണെന്ന് വെച്ചിട്ട് ഇവിടെയെല്ലാം ഞാൻ സ്റ്റോർ ചെയ്യുക, അതിനോട് ഓരോ ലൊക്കേഷനും കറസ്പോണ്ടിങ് ആയിട്ട് ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ലിങ്ക്ഡ് ലിസ്റ്റിലേക്കാണ് ഞാൻ K1 ഇനീഷ്യൽ വാല്യൂ സ്റ്റോർ ചെയ്തു. ഇനി അടുത്തത് എനിക്ക് ഇവിടേക്ക് തന്നെ വന്നു, 0 ലൊക്കേഷനിലേക്ക് തന്നെ വന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒരു പോയിന്റർ കൊടുത്ത് പുതിയൊരു വാല്യൂ ഇവിടെ സ്റ്റോർ ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ കീ വാല്യൂ ഇല്ല, ഓരോരെണ്ണത്തിനും പോയിന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ കണ്ടോ നള്ള് വരും. വേറെ പ്രത്യേകിച്ച് ഒരു വാല്യൂസ് സ്റ്റോർ ചെയ്യാത്ത ലൊക്കേഷനിൽ നള്ള് വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഹാഷ് ടേബിൾ പോയിന്റ് ചെയ്യുന്നത് ഹെഡ് ഓഫ് ദ ലിങ്ക്ഡ് ലിസ്റ്റ് ആയിരിക്കും, ലിങ്ക്ഡ് ലിസ്റ്റിലേക്കാണ് ഹാഷ് ടേബിൾ പോയിന്റ് ചെയ്യുക. ഇതാണ് ചെയിനിങ്. ഇപ്പൊ ഒരു പ്രാവശ്യം കൂടെ വായിച്ചത് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ വെച്ച് വായിച്ച് ശരിക്കും മനസ്സിലാവും. ഈച്ച് ലൊക്കേഷൻ ഇൻ ഹാഷ് ടേബിൾ സ്റ്റോർസ് എ പോയിന്റർ ടു ലിങ്ക്ഡ് ലിസ്റ്റ്. കറക്റ്റ് അല്ലേ? സോ ഹാഷ് ടേബിളിൽ ഓരോ ലൊക്കേഷനും സ്റ്റോർ ചെയ്യുന്നത് പോയിന്റർ ആണ് ടു എ ലിങ്ക്ഡ് ലിസ്റ്റ്. And that linked list contains all the key values that were hashed to that location. ഈ ലൊക്കേഷനിലേക്ക് ഹാഷ് ചെയ്യുന്ന എല്ലാ കീ വാല്യൂസും ആണ് ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. If no key value hashes to 1, so the hash table contains null. കണ്ടോ? അപ്പൊ കീ വാല്യൂസ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ നള്ള്, അതല്ലെങ്കിൽ പോയിന്റർ. അതിങ്ങനെ ഇത് വളരെ എളുപ്പമല്ലേ നമുക്ക് കൊളീഷനെ പറ്റി ചിന്തിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ പ്രശ്നമൊന്നും ഇല്ല. ഒറ്റ തവണ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു, ദെൻ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ലൊക്കേഷനിലേക്ക് ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ ചെയിനിങ് ആയിട്ട് എല്ലാ വാല്യൂസും കൊടുക്കുന്നു. ഇതാണ് കൊളീഷൻ റെസൊല്യൂഷൻ ബൈ ചെയിനിങ്. So here the main advantage എന്ന് വെച്ച് കഴിഞ്ഞാൽ it remains effective even when the number of key value to be stored is much higher than the number of location in the hash table. Okay, ഇപ്പോൾ ഹാഷ് ടേബിളിന്റെ ലൊക്കേഷനേക്കാളും കൂടുതലാണ് കീ വാല്യൂസ് എന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നമില്ല, നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ച് പുതിയ നോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. So other advantage is that it's a performance. Unlike quadratic probing does not degrade when the table is more than half full. ടേബിൾ ഫുൾ ആയാലും നമുക്ക് പ്രശ്നമില്ലല്ലോ, നമ്മുടെ പെർഫോമൻസ് കുറയുന്നില്ല, കാരണം നമ്മൾ എല്ലാതും ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതന്നെ കാരണം. സോ ദിസ് ഇസ് ആബ്സല്യൂട്ട്ലി ഫ്രീ ഫ്രം ക്ലസ്റ്ററിംഗ് പ്രോബ്ലം. ദിസ് പ്രൊവൈഡ്സ് എൻ എഫിഷ്യന്റ് മെക്കാനിസം ടു ഹാൻഡിൽ കൊളീഷൻ. പക്ഷെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമല്ലോ അല്ലെ? സോ ചെയിൻഡ് ഹാഷിംഗ് ടേബിൾ ഇൻഹെറിറ്റ്സ് ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. അതായത് ഇതില് വാല്യൂ നമുക്ക് റിട്രീവ് ചെയ്യണമെങ്കിൽ നോർമലി ഹാഷ് ടേബിളിലാണെങ്കിൽ റിട്രീവ് ചെയ്യാൻ ഓർഡർ ഓഫ് 1 ടൈമിൽ റിട്രീവ് ചെയ്യാം അല്ലെ, ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് അതിൽ നിന്ന് എടുക്കാം. പക്ഷെ ഇത് മോർ ഓഫ് എ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഹാഷ് ടേബിൾ എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് എല്ലാം ഇതിൽ കിട്ടില്ല, ഇതിൽ കൂടുതലും ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കാര്യങ്ങളാണ് ഉണ്ടാവുക. സോ ചെയിൻഡ് ഹാഷ് ടേബിൾ ഇൻഹെറിറ്റ്സ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഫസ്റ്റ് സ്റ്റോർ എ കീ വാല്യൂ. ദ സ്പേസ് ഓവർ ഹെഡ് ഓഫ് ദ നെക്സ്റ്റ് പോയിന്റർ ഇൻ ഈച്ച് എൻട്രി ക്യാൻ ബി സിഗ്നിഫിക്കന്റ്. ഒരു വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്കൊരു നോഡ് ക്രിയേറ്റ് ചെയ്യണം. സോ അങ്ങനെ വരുമ്പോൾ സ്പേസ് ഓവർ ഹെഡ് ഉണ്ടാവും. Second, traversing a linked list has poor cache performance, making the processor cache ineffective. അല്ലെ, ലിങ്ക്ഡ് ലിസ്റ്റ് ട്രാവേഴ്സൽ ആണ്. അപ്പൊ അത് 1 by 1 ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, സീക്വൻഷ്യൽ ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ആ ഫാസ്റ്റ് ആവാൻ ക്യാഷ് പെർഫോമൻസ് കുറവായിരിക്കും.
സോ ഇത്രയും കാര്യങ്ങളാണ് കൊളീഷൻ റെസൊല്യൂഷൻ ബൈ ചെയിനിങ്ങിലുള്ളത്. മനസ്സിലായോ? അപ്പൊ ഹാഷ് ടേബിളിൽ ഹാഷ് ടേബിൾ എന്താണ്, ഹാഷ് ഫംഗ്ഷൻ എന്താണ്, ടൈപ്സ് ഓഫ് ഹാഷ് ഫംഗ്ഷൻ എന്താണ്, ദെൻ ഇനി ഒരു കൊളീഷൻ വന്നാൽ എങ്ങനെ റിസോൾവ് ചെയ്യാം, ഓപ്പൺ അഡ്രസ്സിങ്ങും ചെയിനിങ്ങും. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.